നെക്സ്റ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസുകളുണ്ട്, നമ്മളത് ബൈ ഹാർട്ട് ആക്കണം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ പ്രോപ്പർട്ടീസുകൾ നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് നോക്കാം. ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകൾ ചെയ്തതിന് ശേഷം അടുത്ത പ്രോപ്പർട്ടി പറയാം, അതാണ് നല്ലത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ഇതാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഇൻ്റഗ്രൽ 0 to a f of x dx. 0 to a എന്ന് തന്നെ വരണം, ലൈക്ക് 0 to π/2, 0 to π, 0 to 1 അതുപോലെ. ലോവർ ലിമിറ്റ് 0 വന്നാൽ മാത്രമേ ഈ പ്രോപ്പർട്ടി ഇപ്പോൾ പറയാൻ പോകുന്ന പ്രോപ്പർട്ടി ശരിയാവുള്ളൂ. ഇൻ്റഗ്രൽ 0 to a f of x dx എങ്ങനെ ചെയ്യാം? ഇൻ്റഗ്രൽ 0 to a f of a minus x dx എന്ന് എഴുതാൻ പറ്റും. ഇതുകൊണ്ടുള്ള യൂസ് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ലോവർ ലിമിറ്റ് 0 ആവുന്നതാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റീപ്ലേസ് എക്സ് ബൈ എ മൈനസ് എക്സ്. എക്സ് കാണുന്നിടത്തെല്ലാം എ മൈനസ് എക്സ് എന്ന് എഴുതിയാലും ആൻസറിൽ വ്യത്യാസം വരുന്നില്ല. അതാണ്, അത്ര അറിഞ്ഞാൽ മതി. വി ക്യാൻ റീപ്ലേസ് എക്സ് ബൈ എ മൈനസ് എക്സ് ഇഫ് ദ ലോവർ ലിമിറ്റ് ഈസ് 0. ഇത് ബൈ ഹാർട്ടാക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്താലോ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ 0 to π/2 cos square x dx. ഇവിടെ ലോവർ ലിമിറ്റ് 0 ആണ്, ശരിയാണോ? ലോവർ ലിമിറ്റ് 0 ആണ്. ഇത് ഇൻ്റഗ്രൽ 0 to a ഫോമിലാണല്ലേ. അത് നമുക്ക് ആ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. കാരണം നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും എന്തായാലും. ട്രിഗണോമെട്രിയുടെ ഐഡൻറ്റിറ്റി ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, കുറച്ച് സമയം എടുക്കും. പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ പെട്ടെന്ന് കിട്ടും. 0 to a ആണിത് എങ്കിൽ റീപ്ലേസ് എക്സ് ബൈ എ മൈനസ് എക്സ്. എക്സ് കാണുന്നിടത്ത് π/2 മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എ എന്ന് പറഞ്ഞാൽ π/2 ആണല്ലോ. ഇത് 0 to a ആയതുകൊണ്ട് വി ക്യാൻ റീപ്ലേസ് എക്സ് ബൈ π/2 മൈനസ് എക്സ്. അപ്പോൾ ഇത് ചെയ്തു തുടങ്ങണമെങ്കിൽ ഈ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ഐന്ന് ഡിനോട്ട് ചെയ്യണം. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ഐന്ന് ഡിനോട്ട് ചെയ്തിട്ട് ചെയ്തു തുടങ്ങണം. 0 to π/2 cos square x dx. ഞാൻ പറഞ്ഞ പോലെ തന്നെ വി ക്യാൻ റീപ്ലേസ് എക്സ് ബൈ എ മൈനസ് എക്സ്. എ എന്ന് പറഞ്ഞാൽ π/2 ആണേ. ഫംഗ്ഷൻ അത് തന്നെ ഇട്ടാൽ മതി. ഞാൻ പറഞ്ഞത് എക്സ് കാണുന്നിടത്ത് π/2 മൈനസ് എക്സ് എഴുതണം. എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ മൈനസ് എക്സ്. വേറൊരു ചേഞ്ചും വരുത്തണ്ട, അങ്ങനെ എഴുതാൻ പറ്റും. അതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ദാറ്റ് ഈസ് 0 to π/2 cos 90 മൈനസ് എക്സ് അല്ലേ. cos 90 മൈനസ് എക്സ് സൈൻ എക്സ് പഠിച്ചിട്ടില്ലേ ട്രിഗണോമെട്രിയിൽ? cos π/2 മൈനസ് എക്സ് സൈൻ എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ ഉള്ളത് കൊണ്ട് സൈൻ സ്ക്വയർ എക്സ് ആയി മാറും. സോ ഞാനിവിടെ യൂസ് ചെയ്ത പ്രോപ്പർട്ടി cos π/2 മൈനസ് എക്സ് സൈൻ എക്സ് ആണ്. നമ്മൾ കിട്ടിയിട്ടില്ല ആൻസർ, നമ്മൾ ഇനി 2i ചെയ്യണം. എല്ലാ പ്രോബ്ലം ഇങ്ങനെയാണ്. ഈ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കണമെങ്കിൽ ഒരു മോർ ദാൻ 95% 2i കണ്ടിട്ട് തന്നെ ചെയ്യാം. 2i കാണണം. ഈ ടിക്ക് ചെയ്തതല്ലേ ഐ ആയിട്ട് എടുത്തത്? ഈ ലാസ്റ്റ് കിട്ടിയതും ഐ തന്നെയല്ലേ? അപ്പോൾ ടിക്ക് ചെയ്ത 2 ടേമുകളും ആഡ് ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. 2i തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഐ ആണ്, സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതും ഐ തന്നെയാണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to π/2 കോമൺ ആയിട്ട് എടുത്തു. cos സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. ഇൻ്റഗ്രേഷൻ കോമൺ ആയിട്ട് തന്നെ ഇട്ടാൽ മതി. ടിക്ക് ചെയ്ത് 2 തമ്മിൽ ആഡ് ചെയ്യുക. ഐ പ്ലസ് ഐ 2i ആഡ് ചെയ്തു. എന്തിനാണ് ആഡ് ചെയ്തതെന്നായിരിക്കും ഡൗട്ട് അല്ലേ? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ മോർ ദാൻ 95% ഐ വെച്ച് തുടങ്ങിയാൽ നേരെ 2iലോട്ട് പോയിക്കോ. കാരണം 2i എടുക്കുമ്പോൾ സിംപ്ലിഫൈ ആവും. അത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണെന്ന് അറിയാലോ. 1 dx കിട്ടി. നമുക്കറിയാം സ്റ്റാൻഡേർഡ് റിസൾട്ട് പ്രകാരം 1 ഇൻ്റഗ്രൽ എക്സ് ആണ്.
0 to π/2. നമ്മളിനി എക്സിന് π/2 കൊടുക്കുന്നു, പിന്നെ എക്സിന് 0 കൊടുക്കുന്നു. സോ 2y = π/2 എന്ന് കിട്ടി നമുക്ക് അല്ലേ. നമുക്ക് എന്താ കിട്ടിയത്? 2y = π/2. ആൻസർ ആയിട്ടില്ല. നമ്മളെ ക്വസ്റ്റ്യൻ ഐ ആയിട്ടല്ലേ ഡിനോട്ട് ചെയ്തത്. അപ്പോൾ 2 അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ i = 1/2 × π/2. 2 അങ്ങോട്ട് പോയാൽ ഓർ π/4 ആണ് ആൻസർ.